പ്രേമേ, ഈ അൽമത്തുള്ള ഖൊമാനിയെ ഇറാൻ വക്താവ് എന്ന് തന്നെ പറയാം, അത് മതപണ്ഡിതനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനെ ഈ കൊല്ലണ്ട എന്ന് നമ്മൾ ഈ പറയുമല്ലോ, വേണ്ട കൊല്ലണ്ട, മറ്റേ നടേശ കൊല്ലണ്ട എന്ന് പറയുന്ന പോലെ ട്രംപ് പറഞ്ഞു എന്നാണ് കേൾക്കുന്നത് ഇസ്രായേലിനോട്. അത് നമ്മൾ വായിക്കുമ്പോഴേ അതിലൊരു രാഷ്ട്രീയമുണ്ടോ എന്നൊരു സംശയമുണ്ട്. ട്രംപിന് ഈ യുദ്ധത്തിൽ, ഇസ്രായേൽ ആക്രമിക്കുന്ന യുദ്ധത്തിൽ പങ്ക് ഉണ്ട് എന്ന് നമ്മൾ കരുതണ്ടേ? ഉറപ്പായിട്ടും ഉണ്ട്. അതിനു മുമ്പ് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. അമേരിക്ക എന്തിനാ ഇറാഖിനെ ആക്രമിച്ചത്? സദാം ഹുസൈനെ പേടിച്ചിട്ടാണോ? അത് ഒരു പഴയ ചരിത്രമല്ലേ? എങ്കിലും അമേരിക്കയുടെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? അത് ഈ പറഞ്ഞ പേടി തന്നെയാണ്. അല്ല, സദാം ഹുസൈൻ എന്ന് പറയുന്ന ആളെ മുൻനിർത്തി അമേരിക്ക ഉന്നം വെച്ചത് അവിടുത്തെ എണ്ണപ്പാടങ്ങളാണ്. തീർച്ചയായിട്ടും അവരുടെ വ്യവസായ കണ്ണ്. അതെ, ഇവിടെയും അമേരിക്കയുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അയത്തുള്ള ഖമനേയി ഒന്നും അമേരിക്കക്കൊന്നുമല്ല. അയാൾ അവിടെ നിന്നോട്ടെ, അതിന് യാതൊരു വിഷയമില്ല. അമേരിക്കയുടെ ലക്ഷ്യം ഇറാനിലുള്ള വലിയ എണ്ണ സമ്പത്താണ്. അത് എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് ചൂഷണം ചെയ്യണം. അതിന് ഏത് രീതിയിൽ ചൂഷണം ചെയ്യുന്നത്? വിഷയത്തിൽ നിന്ന് മാറിപ്പോകണം, എന്നാലും ചോദിച്ചു പോകണം, ഏത് രീതിയിൽ ചൂഷണം ചെയ്യും? അതായത് ഇറാഖിൽ ഇപ്പോൾ അവിടുത്തെ സൈന്യം അടക്കം, അവിടുത്തെ സുരക്ഷയടക്കം കൈകാര്യം ചെയ്യുന്നത് അമേരിക്കയാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ സദാം ഹുസൈൻ്റെ കീഴിലായിരുന്നു ആ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വതന്ത്രമായി അമേരിക്കയ്ക്ക് അവിടുത്തെ എണ്ണപ്പാടങ്ങളെ ചൂഷണം ചെയ്യാൻ പറ്റില്ല, അവിടെ കയറാൻ പറ്റില്ല. ഇപ്പോൾ ഇറാനിൽ അവിടെ അയത്തുള്ള ഖമനേയിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണ സംവിധാനമുണ്ട്. അവിടെ സൈനികമായി തന്നെ ആണെങ്കിൽ പോലും ഒരു ഭരണ സംവിധാനമുണ്ട്. ഇറാൻ എന്ന് പറയുന്നത് ലോകത്തെ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിൽ മുൻനിരയിലുള്ള ഒരു രാഷ്ട്രമാണ്. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് സ്വന്തം നിലയിൽ എണ്ണ ഉൽപ്പാദനം ഉണ്ടെങ്കിൽ പോലും, കുറേ റിസർവുകൾ അവർക്കുണ്ടെങ്കിൽ പോലും, അവർക്ക് എപ്പോഴും ഈ മറ്റുള്ളവൻ്റെ മുതൽ കൈയിട്ട് വാരണം എന്നുള്ള ചിന്താഗതിക്കാരാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ മിഡിൽ ഈസ്റ്റിൽ അങ്ങോളം ഇങ്ങോളം അവർ സൈനിക താവളങ്ങളടക്കം സ്ഥാപിക്കുകയും ഇപ്പോൾ ഇറാൻ പോലെയുള്ള രാഷ്ട്രത്തിൽ കടന്നു കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അതുപോലെ ധാതു സമ്പത്ത്, ശരിക്കുള്ള മിനറൽസ് ഒക്കെ ഉള്ളത് ഈ ഇറാനിലായിരിക്കും. അതെ, ആർട്ടിഫിഷ്യൽ ആവാനായിരിക്കും സാധ്യത. അതെ, അതായത് അമേരിക്കയുടെ ഉദ്ദേശം തീവ്രവാദം അമർച്ച ചെയ്യലോ ആറ്റോമിക് ബോംബ് ഇല്ലാണ്ടാക്കലോ അതൊന്നും അല്ല. അമേരിക്കയുടെ ആത്യന്തികമായ ഉദ്ദേശം അവിടെ നിന്നുള്ള എണ്ണ സമ്പത്ത് പരമാവധി ചൂഷണം ചെയ്യണം. അത് മുഴുവൻ അവരുടെ രാജ്യത്ത് കൊണ്ട് റിസർവ് സ്റ്റോക്കായിട്ട് വെക്കണം. അതെ, കരുതൽ ശേഖരം അവർക്ക് ആവശ്യത്തിനുണ്ട്, ഇപ്പോഴും ഉണ്ട്. അവർ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട്. അത് കൂടാതെ ലോകം മുഴുവൻ കീഴടക്കണം എന്നുള്ള ചിന്താഗതിക്കാരാണല്ലോ അമേരിക്കക്കാർ. അങ്ങനൊരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു രീതിയിൽ വന്നത്. പിന്നെ എന്തുകൊണ്ട് ട്രംപ് അയത്തുള്ള ഖമനേയിയെ വധിക്കേണ്ട എന്ന നിർദ്ദേശം കൊടുത്തതിൻ്റെ മറ്റൊരു കാരണം കൂടിയുണ്ട്. അദ്ദേഹം ഒരു ആത്മീയ നേതാവാണ്, മതപരമായി ആത്മീയ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോര വീഴുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇറാനെ പിന്തുണയ്ക്കുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ ഉറപ്പായിട്ടും അവരുടെ രീതിയിലൊരു വൈകാരികമായ കൂട്ടായ്മ ഉണ്ടാകും. അത് ഏത് രീതിയിൽ, അതായത് ഇപ്പോൾ ഇസ്രായേൽ ഇറാനിൽ നടത്തുന്ന സൈനിക നടപടികൾക്ക് ഏത് രീതിയിൽ തിരിച്ചടിയാകുമെന്നുള്ളത് ചിന്തിക്കാനൊക്കില്ല. ചിലപ്പോൾ അത് ഭീകരമായ യുദ്ധത്തിന് വഴി തുറന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ തന്ത്രപരമായൊരു സമീപനം ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ അയത്തുള്ള ഖമനേയി എന്ന് പറയുന്ന ആൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാൾ അപ്രസക്തനായി പോകുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി കൂടായികയില്ല. അതുകൊണ്ട് തന്നെ അയാളെ വധിക്കേണ്ട എന്നുള്ളൊരു നിലപാട് തന്ത്രപരമായ ഒരു സമീപനം ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇസ്രായേൽ അവിടെ ഇവരെ നിരായുധീകരിക്കുന്ന നടപടിയും അതോടൊപ്പം തന്നെ അവിടുത്തെ സൈനിക നേതൃത്വത്തെ ഉന്മൂലനം ചെയ്യുന്ന നടപടി ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നുണ്ട്. അതവർ വ്യോമാക്രമണം വഴി ചെയ്യുന്നതാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ അവിടെ ഈ മൊസാദ് ഇറങ്ങി നേരിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നു എന്നും പറയപ്പെടുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വിവരം, അലി ഷാദ്മാനി എന്ന് പറയുന്ന ഈ അയത്തുള്ള ഖമനേയിയുടെ വിശ്വസ്തനായ വലങ്കൈ ആയിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥ, അയാൾ ഈ വാർ ടൈമിലെ ചീഫ് ഓഫ് സ്റ്റാഫാണ്. അതായത് യുദ്ധസമയത്ത് പടയെ നയിക്കുന്ന പടത്തലവനാണ്. അയാളെയാണ് വധിച്ചത്. അത് അയാൾ ഒരേ സമയം 2 റോള് ചെയ്യുന്ന, അതായത് ഇറാനിൽ ഈ റവല്യൂഷണറി ഗാർഡ് എന്ന് പറഞ്ഞൊരു ഉപവിഭാഗമുണ്ട് സൈന്യത്തിൻ്റെ തന്നെ. ഇറാൻ ആംഡ് ഫോഴ്സസിനെ കൂടാതെ ഒരു ഉപവിഭാഗം, അതായത് സർക്കാരിൻ്റെ ആശീർവാദത്തോടെ പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദി സംഘടന എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ റവല്യൂഷണറി ഗാർഡിനെയും ഈ ഇറാൻ ആംഡ് ഫോഴ്സിനെയും ഒരേ സമയം നയിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു ഈ പറഞ്ഞ കൊല്ലപ്പെട്ടയാൾ. അപ്പോൾ ഈ അടിക്കുമ്പോൾ നെറുകം തലയ്ക്ക് അടിക്കണമെന്ന് പറയാറില്ല, എന്ന് പറയുന്നത് പോലെ അത് ചെയ്തിരിക്കുന്നു ഇസ്രായേൽ. നേരത്തെ തന്നെ വേറെ കുറേ ഈ പറയുന്ന പട്ടാള നേതൃത്വത്തിൻ്റെ വേറെ കുറേ ആൾക്കാരെ കൂടി ഇല്ലാതാക്കി. അതിൽ ഒരാളുടെ പേര് കൂടി പറയാം. ഒരാളുടെ പേര് ഹൊസൈൻ സൊലൈമാനി. അതായത് ഈ റവല്യൂഷണറി ഗാർഡിൻ്റെ മേജർ ജനറലാണ്. രസകരം എന്തെന്നാൽ ഈ ഇസ്രായേൽ ആക്രമിക്കുമെന്നുള്ള ഒരു സൂചനകളൊക്കെ വന്നപ്പോൾ തന്നെ
ഇസ്രായേൽ വന്നോട്ടെ, ഞങ്ങൾ തിരിച്ചടി കൊടുക്കും, ശക്തമായി പ്രതിരോധിക്കും എന്ന ആദ്യം പ്രസ്താവന നടത്തിയ ആളാണ് ഈ ഹൊസൈൻ സുലൈമാനി എന്ന് പറയുന്ന ആൾ. ആദ്യം കൊന്ന ഇയാളെയാണ്. അതിനുശേഷം ഒരു മുഹമ്മദ് ബാഖേരി എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളും ഒരു ഇറാൻ ആംഡ് ഫോഴ്സിന്റെ ചീഫ് ഓഫ് സ്റ്റാഫാണ്. അയാളും കൊല്ലപ്പെട്ടു. പിന്നെ റവല്യൂഷണറി ഗാർഡിന്റെ എയർഫോഴ്സ്, അവർക്ക് വ്യോമസേനാ വിഭാഗം കൂടിയുണ്ട്, അതിന്റെ കമാൻഡർ ആയിരുന്ന അമീർ അലി ഹാജി സദേ എന്ന് പറയുന്ന ആളും കൊല്ലപ്പെട്ടു. ഇത് കൂടാതെ അവരുടെ ഈ ആണവ ഊർജ പദ്ധതികൾ അല്ലെങ്കിൽ ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന പദ്ധതികളുടെ പ്രധാനപ്പെട്ട സയന്റിസ്റ്റുകളൊക്കെ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് അവർക്ക് ആൾനാശം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 24 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാക്കി ഇനി ഈ സിവിലിയന്മാർ എത്ര പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ചിലപ്പോൾ കണക്ക് പുറത്തുവിടാൻ അറിയത്തില്ല. എന്നിരുന്നാലും അവിടെ ഒരു നേതാവ് കൊല്ലപ്പെട്ടതായി ഇതുവരെ വാർത്തയില്ല. ഏതെങ്കിലും തരത്തിൽ അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളതോ സൈനിക നേതൃത്വത്തിലുള്ളതോ ആരും തന്നെ കൊല്ലപ്പെട്ടതായി ഇതുവരെ വാർത്തയില്ല. ഏതാണ്ട് ഇസ്രയേലിന്റെ ഏതെങ്കിലും തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് ഇറാൻ അവകാശപ്പെടുന്നതല്ലാണ്ട് കൃത്യമായി അവിടെ എന്തെങ്കിലും, ഇപ്പോൾ ടെല്ലവീവിലൊക്കെ ആക്രമണം നടക്കുന്നുണ്ട്, പക്ഷേ ഏതെങ്കിലും സൈനിക താവളങ്ങൾ, അവരുടെ ഈ വിമാന ഇന്ധനം നിറയ്ക്കുന്ന ഇന്ധന സംഭരണശാലകളെ ആക്രമിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അത് സാധൂകരിക്കുന്ന തെളിവുകൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. വാസ്തവം അതാണ്. പക്ഷെ ഇറാനിൽ നടക്കുന്ന സംഗതികൾ അപ്പോൾ വരുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണ് അവിടുത്തെ വാസ്തവ സ്ഥിതിയെന്ന്. അവിടെ തെല്ലവീവിൽ വലിയ രീതിയിലുള്ള തെഹ്റാനിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അമേരിക്ക അവിടെയുള്ളവരൊക്കെ ഒഴിഞ്ഞു പോകണം എന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതായത് അവിടെ ഏതാണ്ട് 2400ഓളം സിവിലിയൻ മരണം സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഏറിയ പങ്കും 240ഓളം മരണം സംഭവിച്ചിട്ടുണ്ട്. അതിലേറിയ പങ്കും സിവിലിയന്മാരാണെന്നുള്ള റിപ്പോർട്ടുകൾ, സാധാരണക്കാരാണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള തദ്ദേശവാസികൾ, തെഹ്റാനിലുള്ള തദ്ദേശവാസികൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഇതേ നിലപാട് തന്നെ റഷ്യയും എടുത്തിട്ടുണ്ട്. റഷ്യയുടെ എംബസി ഉദ്യോഗസ്ഥർ അവിടുന്ന് സ്ഥലം വിടാൻ പറഞ്ഞിട്ടുണ്ട്. വ്ളാഡിമിർ പുതിൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ നിലപാടെടുത്തു. ഇന്ത്യ ഇതേപോലെ എംബസി ഇടപെട്ടിട്ട് ഈ ഇറാനിൽ ഉപജീവനാർത്ഥം കുറെ ഇന്ത്യക്കാർ പോയിട്ടുണ്ട്. അവിടെ എണ്ണപ്പാടങ്ങളിലടക്കം ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കപ്പൽശാലകളുണ്ട് അവിടെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ മതപഠന ആവശ്യങ്ങൾക്ക് വേണ്ടി കുറെ വിദ്യാർത്ഥികൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം സുരക്ഷിതമായി തിരിച്ചെത്തണം. അതായത് എത്രയും പെട്ടെന്ന്, അതായത് തെഹ്റാനിൽ തങ്ങുന്നവർ എത്രയും പെട്ടെന്ന് സ്വന്തം നിലയിൽ അവിടുന്ന് മാറണം. അതിനുശേഷം വാഹനങ്ങളിൽ കയറി ബോർഡറുകളിൽ എത്തുക, അവിടുന്ന് റെസ്ക്യൂ ചെയ്തു പോകുക. അതായത് തെഹ്റാനിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടക്കും എന്നുള്ളത് വാസ്തവമാണ്. അവരുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കം പുറത്തു വരുന്നു. ഇറാന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളാണ്. പക്ഷെ അവിടെയും ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇറാൻ അവരുടെ ആയുധങ്ങൾ ഏതാണ്ട് നിരായുധീകരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ ഒരു വലിയൊരു സമ്മർദ്ദം നേരിടുകയാണ്. കാര്യം ഇനിയും യുദ്ധം തുടർന്നാൽ വലിയ നാശനഷ്ടങ്ങൾ അവർക്ക് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ അവർ മസിൽ പിടിക്കുന്നത് അവർ ഈ ആണവ കരാറുമായിട്ട് സഹകരിക്കില്ല എന്നുള്ളതാണ്. ആ കരാറിലേക്ക് എത്താൻ ഇവർ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം താമസമില്ലാതെ ഉണ്ടായേ പറ്റൂ. കാര്യം ഈ അമേരിക്കയോടും ഇസ്രായേലിനോടും കടുപിടിച്ച് നിൽക്കാനായിട്ട് ഇറാന് ഒറ്റയ്ക്ക് പറ്റില്ല. പക്ഷെ മറ്റ് രാജ്യങ്ങൾ അവരെ പിന്തുണയ്ക്കുമെന്ന് കരുതിയെങ്കിലും അവരും ഇതുവരെ കളത്തിലേക്ക് വന്നിട്ടില്ല. അവർ അനുഭാവപൂർവ്വം നിൽക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഈ അമേരിക്കയോടും ഇസ്രായേലിനോടും ഒരു മല്ലയുദ്ധത്തിന് മറ്റുള്ളവർ തയ്യാറാകാനുള്ള സാധ്യത കുറവാണ്. കാര്യം അത് ബുദ്ധിപരമല്ല. അതുകൊണ്ട് തന്നെ ഒരു തന്ത്രപരമായ ഒരു പിൻവാങ്ങൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഈ കരാറിലേക്ക് എത്തുന്നതിനേക്ക് നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അയത്തുള്ള ഖമനേയിയൊക്കെ വധിക്കുന്നതൊക്കെ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നെന്ന് ട്രംപ് പറയുന്നതിൽ കാര്യമുണ്ട്. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്. ഈ സമാന്തരമായി ഇറാൻ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനായിട്ട് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേലിനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രംപിനെ നിർബന്ധിക്കാൻ മുസ്ലിം രാഷ്ട്രങ്ങളായ ഖത്തറിനോടും ഒമാനോടും ഒക്കെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയോടൊക്കെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതായത് അവർ ട്രംപിനോട് സംസാരിക്കണം, ട്രംപ് നെതന്യാഹുവായിട്ട് സംസാരിച്ച് ഇതൊരു സമാധാനം ഉണ്ടാക്കണം. അപ്പോൾ വലിയ താമസമില്ലാണ്ട് ഈ യുദ്ധം അധിക നാൾ നീണ്ടുപോകില്ലെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഏതായാലും ഇപ്പോൾ നിലവിലെ സ്ഥിതി അത്ര പന്തിയല്ല.